പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലെ കാവശ്ശേരിയിൽ കുടികൊള്ളുന്ന പരക്കാടി അമ്മ എന്നറിയപ്പെടുന്ന പരക്കാട്ടി ശ്രീ ഭഗവതി ടെമ്പിൾ ആണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഏറെ പ്രസിദ്ധമായ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം കൂടിയാണ്. ഇപ്രാവശ്യം വളരെയധികം ജനപ്രവാഹമാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. 3 ദേശക്കാരാണ് ഇവിടെയുള്ളത്. കഴനി ദേശം, വാവുള്ളാപുരം ദേശം, കാവശ്ശേരി ദേശം. പരക്കാട്ടി അമ്മയുടെ ഐതിഹ്യം നമുക്ക് കുറച്ചറിയാം. ഇപ്പോൾ നമ്മുടെ പരക്കാട്ട് ഭഗവതി കാവശ്ശേരിയിൽ വാഴുന്ന പരക്കാട്ട് ഭഗവതിൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിവുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ വയസ്സായ ഒരാളാണ്. അതുകൊണ്ട് അമ്മ ഇവിടെ ഈ ഇടയിലൊക്കെ 10-18 സ്ഥലത്തായി അമ്മ പോയിരുന്നു. അവിടെ ഇരിക്കാനൊരു ഇടം അമ്മയ്ക്ക് കിട്ടണില്ല, സൗകര്യമില്ല. അങ്ങനെ 18 സ്ഥലത്ത് കുടിയിരുന്നിട്ട് 17 സ്ഥലത്ത് കൂടി 18ാമത്തെ സ്ഥലമാണ് കൂട്ടാലയ്ക്ക് വന്ന അമ്മ ശരിക്കും ഒരു പെണ്ണിൻ്റെ വേഷം ധരിച്ചു. ഈ സ്ഥലം കിട്ടാൻ വേണ്ടി, ഈ നാട് മുഴുവൻ കിട്ടണം ഈ അമ്മയ്ക്ക്. ഈ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ രൂപം അമ്മ ധരിച്ചു. അങ്ങനെ കൂട്ടാലയ്ക്ക് വന്ന് ഇരുന്നതിന് ശേഷം ഒരു നാടുവാഴി തമ്പുരാൻ്റെ സ്ഥലമാണ് ആ കാണുന്നത് മുഴുവൻ. നാടുവാഴി തമ്പുരാൻ്റെ സ്ഥലമാണ്. അയാളുടെ കയ്യിൽ നിന്ന് ഈ അമ്മയ്ക്ക് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ വന്നു കൂട്ടാലയ്ക്ക് വന്നിട്ട് ഇരുന്നപ്പോൾ ഇയാൾ പണ്ട് കാലത്തൊക്കെ ഏതൊരു പെണ്ണിനെ കണ്ടാലും അയാൾ അംഗീകരിക്കുന്ന ഘട്ടങ്ങളാണ് അന്നത്തെ കാലഘട്ടം. അപ്പോൾ ഇതൊരു പെണ്ണാണെന്നും പറഞ്ഞ് സ്വീകരിക്കുക എന്ന് പറഞ്ഞ് അയാൾ മാളിക മുകളിൽ നിന്ന് താഴത്ത് ഇറങ്ങി വന്ന് ഈ പെണ്ണിൻ്റെ അടുത്ത് വന്ന് നിന്നു. അപ്പോൾ വായോ, ഞാൻ എൻ്റെ കൂടെ ബാബറിൻ്റെ അമ്മ വിളിച്ച് പോയിട്ട് 7ാം നല്ല മാളിക മുകളിൽ കൊണ്ടിരുത്തി ഈ അമ്മനെ. അപ്പോൾ നടന്ന് ക്ഷീണിച്ച് വന്നതല്ലേ എന്നും പറഞ്ഞിട്ട് ഈ തമ്പുരാൻ ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ട് പോയപ്പോൾ 100 വയസ്സായ മുത്തിയായി ഈ അമ്മ. കാരണം അമ്മയ്ക്ക് തോന്നി ഇയാൾ എന്നെ ആക്രമിക്കുന്നുള്ളത്. അപ്പോൾ അമ്മ 100 വയസ്സായ മുത്തിയായിട്ട് വടിയും കൊണ്ട് വിറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇയാൾ പേടിച്ച് നിൽക്കുന്ന സമയത്ത് അമ്മ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഈ ഉടുത്ത വസ്ത്രത്തിനൊന്ന് കുടഞ്ഞു കൊടുത്തപ്പോൾ 7 തരമുള്ള സർപ്പങ്ങൾ ചുറ്റും വന്നു. സർപ്പും അമ്മയായിട്ട് ഇവിടെ നിന്നു. ഇയാൾ പേടിച്ചിട്ട് അങ്ങനെ ഇറങ്ങി അമ്മ അങ്ങനെ ഇറങ്ങി കാളിചറ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ തന്നെ കാളിചറ എന്ന് പറയും, ആ സ്ഥലത്ത് വന്ന് നിന്നപ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എനിക്കറിയില്ല, എൻ്റെ അറിവുകൾ കൊണ്ട് ഞാൻ എന്തോ ചെയ്തു പറഞ്ഞു, ക്ഷമിക്കണം. അതുകൊണ്ട് നിങ്ങൾ ആരാണ് പറയുമ്പോൾ ഞാൻ കാളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ വാക്ക് പറഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നപ്പോൾ കാളിയെ എന്ന് വിളിച്ചു ഇയാൾ. അപ്പോൾ പറഞ്ഞു മൂണ്ടു എന്നുള്ള വിളി കേട്ടു. അങ്ങനെ ദേവിൻ്റെ ഈ മുടിയിൽ, തിരുമുടിയിൽ ചെമ്പരത്തി പൂ ചൂടിയിട്ടുണ്ട്. ഈ ചെമ്പരത്തി ഇങ്ങനെ എടുത്തിട്ട് അപ്പുറത്ത് അങ്ങോട്ട് എറിഞ്ഞു. അപ്പോൾ കാളിചറ 1 മൂളിച്ചറ 2 ചെമ്പരത്തി എന്ന 3 കണ്ടം ദേവിക്ക് നിത്യവും ഉണ്ണുവാനായിട്ട് തമ്പുരാൻ തന്നെ കൊടുത്ത നേരം. അങ്ങനെ കൊടുത്തു. എന്നിട്ടും പോരാതെ ദേവിയും തന്നങ്ങു പരക്കാട്ട് കുന്നിലും ചെന്നു നിന്നപ്പോഴോ ആ കാടും തന്നെയും കാളിക്കായി. അതും കാളിക്ക് കിട്ടി. അങ്ങനെ വാഴുന്ന കാലത്തൊരു തന്നെ ഒറ്റ സ്ത്രീ അമ്പലം ഉത്ഭവിച്ചതാണ് ഈ അമ്പലം. പണ്ട് 100 കൊല്ലം മുന്നുള്ളതാണ് തീട്ടമേനെ. തന്നെ ഉത്ഭവിച്ചിട്ട് ദേവി പോയി കുടിയിരിക്കുമ്പോൾ കൂടെ ഒരാൾ തുണ വേണം. അപ്പോൾ ദേവിയും പോയി കുടിയിരിക്കുമ്പോഴോ ആരെല്ലാം കൂടെ കുടിയിരുന്ന് ക്ഷേത്രബലന്നൊരു ദേവനും തന്നെ അങ്ങ് ദേവിക്ക് തുണയായി കുടിയിരുന്നു. 10 തലയുള്ള വാശികി എന്നുള്ള സർവവും കൂടെ കുടിയിരുന്നു. അങ്ങനെ ദേവി അവിടെ കുടിയിരുന്നതിന് ശേഷം ഈ തമ്പുരാൻ കുളംകുത്തി വെള്ളങ്ങൾ കണ്ടൊരു നേരത്ത് ദേവി കുളിക്കുവാൻ ചെന്നിറങ്ങി. ദേവി കുളിക്കുന്ന നേരത്തു തന്നെയോ കൊളങ്കര നായരും കണ്ട നേരം. ഒരു കൊളങ്കര നായരുണ്ട്. ദേവിയെ വസ്താക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് 12 കൊല്ലം തപസ്സിരുന്നു. 12 കൊല്ലം തപസ്സു കഴിഞ്ഞാൽ കരവലമായൊരു കൂട് കെട്ടിയിട്ട് അയാൾ ദേവിയുടെ മുന്നിലും ചെന്ന് നിന്നു. മീൻ പിടിക്കാനായി പോകുന്നു, കാളിയെ കൂടെ എടുക്കാൻ വരണം നീയും എന്ന് പറഞ്ഞു. ദേവി കോപത്താലെ വന്ന് നിന്നു. ദേവി ഈ കൂട് കെട്ടിയ കാരണം അയാളിനെ ഒന്നും ഈ ദേവിക്ക് കൊല്ലാനോ തല്ലാനോ സാധിക്കില്ല. കൂടിൻ്റെ ബലം ഏലസ്. അങ്ങനെ 10-6-7 കൊല്ലം ഇയാൾ കൂടെ എടുത്ത് നടത്തി അതിൻ്റെ കൂടെ ഒരു മാപ്പിളയുണ്ട്.
ഒരു മാപ്പിളയുണ്ട്. തോണിപ്പടം എന്നൊരു ദേശത്തുള്ളൊരു തോണിപ്പടം എന്ന ദേശത്തുള്ളൊരു വെള്ളത്തലക്കെട്ടുകാരനൊന്നും അങ്ങനെ ഒരു മാപ്പിളയും ഇയാളുടെ കൂടെ ചേർന്നിട്ട് മീൻ പിടിക്കാൻ പോയി. കുറച്ച് കൊല്ലമൊക്കെ മീൻ പിടിച്ചു. ഈ ആഴ്ചക്കൂട്ടിൻ്റെ ഫലം പോയി. ആഴ്ചക്കൂട് ഈ ഏൽസിൻ്റെ ഫലം പോയി. ദേവിക്ക് അറിഞ്ഞു. അങ്ങനെ അയാൾ കുളത്തിൽ തന്നെ കുളി കഴിഞ്ഞ് നിൽക്കുന്ന നേരത്ത് ഈ അരിന്ന് കൂടങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ അരയൊന്ന് കൂടങ്ങ് പൊട്ടിപ്പോയപ്പോഴോ ദേവിയും തന്നങ്ങ് വാളെടുത്തു. വാളും എടുത്തിട്ട് ദേവിയും തന്നങ്ങ് നായരനെ തന്നെ വെട്ടിവാളി 3 തുണ്ടങ്ങളാക്കി. 3 തുണ്ടങ്ങളാക്കിയതിന് ശേഷം ഈ വാളും ജലമും കുളത്തിലിട്ടു. അത് പിന്നെ എടുത്തിട്ടില്ല. അതൊന്നും അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഊരാളന്മാരോട് വന്ന് പറഞ്ഞു. ഊരാളന്മാർ പറഞ്ഞാൽ അവിടെ ഈ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞു, ഞാൻ നായരനെ കൊന്നിട്ടുണ്ട്, എൻ്റെ അതിര് കടത്തിയിട്ട് പുഴയും കടത്തി കുഴിച്ചും കൂടി പറഞ്ഞു. നമ്മുടെ ദേവിയുടെ അതിര് കടത്തിയിട്ട് പുഴ കടത്തി കുഴിച്ചും കൂടി പറഞ്ഞു. അങ്ങനെ ഇവരൊക്കെ വന്ന് എടുത്ത് പുഴ കടത്തി കുളങ്കര നായരെ കുഴിച്ചിട്ടപ്പോൾ തന്നെ അതിനെ കുളങ്കരക്കാടെന്നും പേര് വീണു. കുളങ്കര നായരനെ കുഴിച്ചിട്ടപ്പോൾ തന്നെ കുളങ്കരക്കാടെന്നും പേര് വീണു. അന്ന് തൊട്ടു പിന്നെ ഇന്നു വരയ്ക്കെങ്ങും ആ വീട്ടിൽ ആന്തല ഇല്ലതാനും. ആ കുളങ്കര വീട്ടിൽ ഇന്നും പെണ്ണുങ്ങളാണ് ജനിക്കുന്നത്. ആ വീട്ടിലാണില്ല. ആ അമ്മയാണ് നമ്മുടെ പൂരം കൂറയിട്ടാൽ 7 ദിവസം അമ്മനെ മാറോടുകൂടി അണച്ചിട്ട് ഈ 18 കൊടിമോളുടെ ചോട്ടിലും ഈ അമ്മയ്ക്ക് പോകണം. ആ വീട്ടിലെ ഒരു പെണ്ണിന് ഇന്നും പോകണം പൂരം കൂറയിട്ടാൽ. അങ്ങനെ ദേശങ്ങളൊക്കെ പിടിച്ചല്ലോ ദേവി കാവീശ്വരി എന്ന ദേശങ്ങളാണല്ലോ കഴിഞ്ഞി എന്നുള്ളൊരു വാവില്യാരം. അങ്ങനെ 3 ദേശക്കാരും കൂടി കാവിശ്ശേരി പുരം കഴിക്കുവാനും. ഇത്ര മാത്രമേ എനിക്കിത് അറിയുള്ളൂ. അവിടെ ഞങ്ങളുടെ ആ പാട്ട് എനിക്കറിയില്ല.